വെൽക്കം ടു ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ JEE മെയിൻ 2025 സെഷൻ 1. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ്. ഓക്കെ, ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ മനസ്സിലാക്കുന്ന പോയിന്റ്, നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. ഓക്കെ, എല്ലാ ചാപ്റ്ററിലും ഇത്തരം ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് അറിയോ, CH3OCH2Cl ഒരു കോമ്പൗണ്ടാണ്. that will undergo SN1 reaction though it is a primary halide എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് പ്രൈമറി ഹാലൈഡ് ആണ്. ഇതെന്ത് ചെയ്യുന്നു, SN1 മെക്കാനിസം നടക്കുന്നു. നമുക്കറിയാം SN1 മെക്കാനിസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ ടെറിഷറി കേസിലാണ്. ടെറിഷറി ആൽക്കൈൽ ഹാലൈഡാണ് പൊതുവെ എന്ത് ചെയ്യുക SN1 മെക്കാനിസം പ്രിഫർ ചെയ്യുന്നത്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് നോർമലി പ്രിഫർ ചെയ്യുന്ന മെക്കാനിസം SN2 ആണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, സെക്കൻഡറി, ടെറിഷറി, ഇതാണ് SN2 ചെയ്യുന്ന കേസ്. നേരെ തിരിച്ച് ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണെന്ത് SN1ൻ്റെ കേസ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണെങ്കിലും അല്ലേ, ഇത് പ്രൈമറി ആണെങ്കിലും ദോ ഇറ്റ് ഈസ് എ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു SN1 ഫോളോ ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ പ്രൈമറി ആയിട്ടുള്ള കേസ് എന്ത് ചെയ്യുന്നു SN1 ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ കോമ്പൗണ്ട് നിങ്ങൾക്ക് നോക്കുക, CH3OCH2Cl എന്നാണ്. CH3OCH2Cl എന്നാണ്. ഓക്കെ, ഈ കാർബൺ പ്രൈമറി കാർബൺ ആണ്, അതുകൊണ്ട് ഇത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്, സംശയമില്ല. SN1ൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം എന്ത് ചെയ്യും, ഹാലജൻ പോകുന്നു അല്ലേ, ആദ്യം ലീവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്തിട്ട് കാർബോ കാറ്റൈൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഈ Cl എന്ത് ചെയ്യും, പുറത്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് കിട്ടുന്നത് CH3OCH2+ എന്നായിരിക്കും, ഇങ്ങനെ കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന കാർബോ കാറ്റൈൻ. നമുക്കറിയാം നോർമലി പ്രൈമറി കാർബോ കാറ്റൈൻസ് അത്ര സ്റ്റേബിൾ ഒന്നല്ല അല്ലേ, ടെറിഷറി ഏറ്റവും സ്റ്റേബിൾ. പക്ഷേ ഇത് സ്റ്റേബിളാണ്. അതിൻ്റെ കാരണമുണ്ട്, ഇവിടെ ഓക്സിജൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഉപയോഗിച്ചുകൊണ്ട് ദർ ഇസ് എ റെസൊണൻസ്. അവിടെ എന്തുണ്ടാവും, റെസൊണൻസ് പോസിബിലിറ്റി ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൂപ്പ്, ദിസ് ഗ്രൂപ്പ് ക്യാൻ ആക്ട് ആസ് എ +R ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു +R ഗ്രൂപ്പായി പരിഗണിക്കാം. OR ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ +R ഗ്രൂപ്പാണ്. ആ +R ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കൊണ്ട് എന്ത് ചെയ്യും, അത് സ്റ്റെബിലൈസ് ചെയ്യും. ആ കോമ്പൗണ്ട് ആ ഒരു റിയാക്ഷൻ നടക്കുകയും ചെയ്യും. അത് SN1ൽ നന്നായി എന്ത് ചെയ്യും, നന്നായി റിയാക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റ്? യെസ്. നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വെച്ചാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. ഈ കോമ്പൗണ്ട് ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക, ദിസ് കോമ്പൗണ്ട് CH3. ഓക്കെ, ഈ കോമ്പൗണ്ടാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. യെസ്, will not undergo SN2 reaction very easily. SN2 റിയാക്ഷൻ അത്ര എന്തല്ല, ഈസി അല്ല. ദോ ഇറ്റ് ഈസ് എ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, അതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. എന്നാൽ എന്തല്ല, SN2 മെക്കാനിസം അത്ര വെരി ഫാസ്റ്റ് അല്ല എന്നാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. ഈ പിന്നെ കോമ്പൗണ്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കോമ്പൗണ്ട് എന്താണ്, കോമ്പൗണ്ട് ഇതാണ് CH3 CH2Cl എന്നാണ്. CH2Cl. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് ഒരു പ്രൈമറി തന്നെയാണ്, പക്ഷേ SN2 പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പ്രൈമറി എന്തല്ല, അതത്ര പെട്ടെന്ന് ഫാസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതിന് കാരണം എന്തായിരിക്കുന്നതോ, നമുക്ക് അറിയുന്ന കേസാണ്. ഈ കോമ്പൗണ്ട് ഇപ്പോൾ CH2 ഈ ഗ്രൂപ്പിലാണ് തോന്നുന്നത് അറ്റാക്ക് ചെയ്യുക ആര്, ഒരു ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ C അല്ലേ, കോമ്പൗണ്ട് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എന്തുണ്ടാകും, Cl ഉണ്ടാകും അല്ലേ. ഇവിടെ എന്തുണ്ടായിരിക്കും, ഇങ്ങനെ
CH3 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 ഗ്രൂപ്പ് ഉണ്ടാവും. ഇങ്ങോട്ടൊരു H ഉണ്ടായിരിക്കും അല്ലേ, ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരു H ഉണ്ടായിരിക്കും അല്ലേ, അതിൻ്റെ ഒരു ഈ കാർബൺ എന്തായിരിക്കും, sp3 കാർബൺ അല്ലേ ഈ കാർബൺ, അത് sp3 ആണെങ്കിൽ ടെട്രാഹൈഡ്രൽ ഷേപ്പ് ആണ് ഉണ്ടാവുക. ടെട്രാഹൈഡ്രൽ ഷേപ്പിൽ അങ്ങനെ വരച്ചിട്ടുണ്ട്, ഒരു തിക്ക് ലൈൻ വരച്ചിട്ടുണ്ട്, ഒരു ഡാഷ് ലൈൻ വരച്ചിട്ടുണ്ട്, പിന്നെ ഈ ഗ്രൂപ്പ് ഉണ്ടാവും. ഇതാണ് ഈ ഗ്രൂപ്പ്, രണ്ട് എച്ചുകൾ. സത്യത്തിൽ ഇതൊരു പ്രൈമറി ആണെങ്കിൽ കൂടെ വലിയ ബൾക്കി ഗ്രൂപ്പുകളുണ്ട് അല്ലേ, ഒരു ടെറിഷറി ബ്യൂട്ടൈലായിട്ടുള്ള വലിയ ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും അത് അത്ര ഫാസ്റ്റ് അല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വിൽ നോട്ട് അണ്ടർഗോ SN2 റിയാക്ഷൻ വെരി ഈസിലി, പെട്ടെന്ന് നടക്കൂല എന്നാണ്. അത് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതും സ്റ്റേറ്റ്മെന്റ് എന്താണ്, രണ്ടും കറക്റ്റാണ്. ഇത് പറഞ്ഞു ഇത് കറക്റ്റാണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ്. കാരണം സ്റ്റെറിക് ഇൻഡൻസ് ആണ് സെക്കൻഡ് കേസിൽ. ഫസ്റ്റ് കേസിൽ സ്റ്റെബിലൈസേഷൻ ഓഫ് കാർബോകാറ്റയോൺ ആണ്. ഓക്കെ, രണ്ടും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും, ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, റൈറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റിന് RBr എന്ന് പറഞ്ഞിട്ട് ഒരു ആൽക്കൈൽ ബ്രോമൈഡ്. ഓക്കെ, Mg അല്ലെ, മെഗ്നീഷ്യം ഡ്രൈ ഈതർ. മെഗ്നീഷ്യം ഡ്രൈ ഈതർ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എന്താണ്, H2O. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടുന്നു, അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടും, 2-methyl butane, ഐസോപെൻറ്റൈൻ കിട്ടുന്നു. 2-methyl butane ഐസോപെൻറ്റൈൻ ആണല്ലോ. എന്താ ക്വസ്റ്റൻ അറിയോ, ദ മാക്സിമം നമ്പർ ഓഫ് RBr producing 2-methyl butane by above sequence of reaction is എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര RBrന് ഇതേ 2-methyl butane ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, രണ്ട് റിയാക്ഷനെ കുറിച്ച് ധാരണ നമുക്ക് വേണം. RBr എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കൈൽ ബ്രോമൈഡ് ആണ്. അതിലേക്ക് നമ്മൾ മെഗ്നീഷ്യം ഈതർ, ഡ്രൈ ഈതർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് RMgBr എന്ന് പറയുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് കിട്ടുന്നു. അത് നമുക്ക് അറിയുണ്ടാവും അല്ലേ. ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്രിപ്പറേഷൻ ആക്ച്വലി ആൽക്കൈൽ ഹാലൈഡ്, ഇത് ക്ലോറിൻ ആവാം ബ്രോമിൻ ആവാം അല്ലേ, റിയാക്ട്സ് വിത്ത് മെഗ്നീഷ്യം ഇൻ ഡ്രൈ ഈതർ. അപ്പോൾ RMgR. ഓക്കെ, ഇതിലേക്ക് നമ്മൾ H2O ആഡ് ചെയ്യുന്നു, ആണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ എന്താ കിട്ടുന്നതോ, ഇതിലേക്ക് ശരിക്കും H2 എന്ന് മാത്രമല്ല ഒരു ആക്റ്റീവ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ ഈ ആക്റ്റീവ് ഹൈഡ്രജനിലെ ഹൈഡ്രജനും ഈ ആറും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്താണെന്നോ RH എന്ന് പറയുന്ന എന്തുണ്ടാകും, നമ്മളെ ഹൈഡ്രോ കാർബൺ കിട്ടും. അതായത് ഈ R ഗ്രൂപ്പ് എന്തായി മാറും, ഈ R ഗ്രൂപ്പ് RH എന്നായിട്ട് എന്ത് ചെയ്യും, മാറും. ഓക്കെ, ഈ ഹൈഡ്രജനിലെ Hഉം ഇവിടുത്തെ ആറും ആണ് എന്ത് ചെയ്യുന്നത്, RH ആയിട്ട് മാറുന്നു. RH, ദാറ്റ് ഈസ് ഹൈഡ്രോ കാർബൺ. ദിസ് ഈസ് ഹൈഡ്രോ കാർബൺ കിട്ടുന്നു. അപ്പോൾ ഇതാണ് കിട്ടുന്ന സംഭവം. അങ്ങനെ ഹൈഡ്രോ കാർബൺ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതെന്താണ്, അതാണ് ഈ പറഞ്ഞ 2-methyl butane. ശരിയല്ലേ. അപ്പോൾ H റീപ്ലേസ് ചെയ്യുക എന്ന് മാത്രമാണ് ആര് നൽകുന്നത്, H. അതായത് Hനെ എന്ത് ചെയ്യുന്നു, കൊടുക്കുക എന്നുള്ള ഒറ്റ കേസ് മാത്രമേ ഈ ആക്റ്റീവ് ഹൈഡ്രജൻ പ്രൊവൈഡർ ആയിട്ടുള്ള വാട്ടർ മാത്രമല്ല, നമുക്ക് ആൽക്കഹോൾ ഉപയോഗിക്കാം, ഫിനോൾ ഉപയോഗിക്കാം, അങ്ങനെയുള്ള ആക്റ്റീവ് ഹൈഡ്രജൻ പ്രൊവൈഡേഴ്സ് ആരെയും കൊടുക്കാം. ഓക്കെ, അമീൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഇത് 2-methyl butane നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2-methyl butane ആയി മാറണമെങ്കിൽ ഹൈഡ്രജൻ ആണ് എന്ത് ചെയ്യുക, ഈ വാട്ടർ കൊടുക്കുക. ഓക്കെ, ബാക്കിയുള്ളത് ആരായിരിക്കും, ബാക്കി ഇവിടുന്ന് വരുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും എത്ര ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട് നോക്കിയാൽ മതി. ശരിക്കും അതാണ് ആൻസർ, എത്ര ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇതാണ് CH3 CH3 CH2 CH3 ആണ് ഈ പറയുന്ന 2-methyl butane അല്ലെങ്കിൽ ഐസോപെൻറ്റൈൻ. ഇതിൽ ഈ പറയുന്ന രണ്ട് ഹൈഡ്രജൻ സെയിം ടൈപ്പ് ഹൈഡ്രജൻ ആണ്. ഇത് വേറൊരു ടൈപ്പ് ഹൈഡ്രജൻ ആണ്. ഇവിടുത്തെ H ഇത് വേറൊരു ടൈപ്പ് ഹൈഡ്രജൻ ആണ്. ഇതാവട്ടെ വേറൊരു ടൈപ്പാണ്. ശരിക്കും പറഞ്ഞാൽ 4 ടൈപ്പ് ഹൈഡ്രജൻസ് ഉണ്ട് ഇവിടെ. ഈ CH3യും ഈ CH3 ഒന്നല്ല കേട്ടോ, രണ്ടും സെയിം ആണോ, അല്ല. ഈ CH3 ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യും CHലേക്കാണ്, പക്ഷേ ഈ CH3 ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യുന്നത് CH2ലേക്കാണ്. സെയിം എൻവയോൺമെന്റ്, സെയിം കെമിക്കൽ എൻവയോൺമെന്റ് വേണം, എന്നാൽ നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുള്ളൂ. സോ വി ഹാവ് 4 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ അല്ലേ, വി ഹാവ് 4 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ. ദാറ്റ് മീൻസ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, നമ്മൾ ആൻസർ എന്തായിരിക്കും അറിയോ, ആൻസറുടെ ഓപ്ഷൻ 2 4 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അതായത് ഓരോ ടൈപ്പ് എന്ത് ചെയ്യും, ഇപ്പോൾ H ഉണ്ടല്ലോ, H പുറത്തുനിന്ന് കിട്ടണമല്ലോ, ഇവിടുന്ന് കിട്ടുക ഈ വാട്ടർ എന്നാണ് Hനെ കിട്ടുന്നത്, ഈ വാട്ടർ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ Hനെ കിട്ടുന്നത്. അപ്പോൾ ആ H എന്ത് ചെയ്യാം, ഇവിടുന്ന് വാട്ടറിൽ H കിട്ടിയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ. അപ്പോൾ കോമ്പൗണ്ട് എന്തൊക്കെ ആകാം, നമ്മൾ വരക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ചാൻസ് ഇതാണ്, ഒന്നിങ്ങനെ അല്ലേ, ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ MgBr എന്ന് പറയുന്ന ഒന്ന് കൊടുക്കാം.
ഓക്കെ, ഇവിടെ കേട്ടോ, സോറി, ഇവിടെ MgBr കൊടുക്കാം. വേറെ ചാൻസ് ഉള്ളത് ഇവിടെ MgBr കൊടുക്കാവുന്നതാണ്. വേറെ ചാൻസ് ഉള്ളത് ഇവിടെ MgBr കൊടുക്കാവുന്നതാണ്. വേറെ ചാൻസ് ഉള്ളത് ഇവിടെ MgBr കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ 4 ടൈപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ 6 ഗ്രൂപ്പുകൾ, നിങ്ങൾക്ക് ഇതാണ് 6 എന്നുള്ള സംഭവം, RMgBr. ഓക്കെ, ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ 4 ടൈപ്പിൽ എന്ത് ചെയ്യാം? RBr കൊടുക്കാൻ പറ്റും. ഇത് RBr ആട്ടോ കൊടുക്കണേ. RBr ഇങ്ങനെ 4 ടൈപ്പ് കൊടുക്കാൻ പറ്റും. പിന്നെ H ആണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞാൽ ഞാൻ നേരെ തിരിച്ചാണ് പറഞ്ഞത്. എങ്ങനെ H നമുക്ക് എത്ര കിട്ടും? പുറത്തുനിന്ന് കിട്ടും. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ഇവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ 4 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഇത് ഓരോന്നും എന്ത് ചെയ്യുന്നു? വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന MgBr ഇവിടെ നിന്ന് പോവുകയും ഇവിടെ H വരികയും ചെയ്യും. ഇത് പറയുന്നത് എന്ത് ഇവിടെ H എന്ന് വരും. അവിടെ CH3 നോക്കുമ്പോൾ ഇതിപ്പോൾ ശരിക്കും CH2 MgBr എന്നല്ലേ, അവിടെ H കൊടുത്താൽ എന്താകും? CH3 എന്നാകും. അതാണ് CH3. ഈ CH3 ആയിട്ട് മാറും ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായി വിചാരിക്കുകയാണ്. ക്ലിയർ? ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. When secondary butyl cyclohexane reacts with bromine in presence of sunlight, the major product ആണ്. ബ്രോമിനുമായ റിയാക്ഷൻ സൺലൈറ്റിന്റെ പ്രസൻസിൽ. ഓക്കെ, ആരാണ്? സെക്കൻഡറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സൈൻ. അപ്പോൾ സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞ സംഭവം ഇതാണല്ലോ. ഓക്കെ, സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ എന്തുണ്ടാകും അല്ലേ? നമുക്ക് സെക്കൻഡറി ബ്യൂട്ടൈലിൻ്റെ സ്ട്രക്ചർ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ അല്ലേ, ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ശരിക്കും സെക്കൻഡറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സൈൻ. ഓക്കെ, സെക്കൻഡറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സൈനെ സംബന്ധിച്ച് സെക്കൻഡറിയുടെ കാർബൺ ആണ് ഇത്. ബ്യൂട്ടൈലാണ് സെക്കൻഡറി കാർബണിലേക്ക് സെക്കൻഡറി ബ്യൂട്ടൈലൈസ് സൈക്ലോഹെക്സൈൻ. ഇതാണ് കോമ്പൗണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ബ്രോമിനേഷൻ നടക്കുന്നു അല്ലെ, ഇൻ പ്രസൻസ് ഓഫ് HNu. ഈ റിയാക്ഷൻസ് നിങ്ങൾ പരിചയം ഉണ്ടാവും അല്ലെ. ആൽക്കൈനിലേക്ക് എന്ത് ചെയ്യുന്നു? ബ്രോമിനേഷൻ എന്ത് കിട്ടും? H റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരും? അവിടെ പിന്നെ ബ്രോമിൻ വരും. H റീപ്ലേസ് ചെയ്ത് എന്ത് വരും? ബ്രോമിൻ വരും. ഓക്കെ, അത് ശരിക്കും ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. H പുറത്ത് പോയി Br വരുന്നപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ എന്തായിരിക്കും? ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ Br ഉണ്ട് അല്ലെ, ഇവിടെ Br ഉണ്ട്, ഇവിടെ Br ഉണ്ട്. എവിടെയാണ് Br വരേണ്ടതാണ്? ഓക്കെ, അപ്പോൾ ഇത് എവിടെയും വരാം Br. ഇവിടെയൊക്കെ Br വരാം. Br ഇവിടെ നിന്ന് അല്ലെ, വേണമെങ്കിൽ Br ഇവിടെ വരാം. ഓക്കെ, ഇവിടെ വരാം Br. ഇതൊക്കെ പോസിബിലിറ്റി ഉണ്ട്, സംശയമൊന്നുമില്ല. നമുക്ക് 4 പോസിബിലിറ്റി തന്നിട്ടുള്ളൂ. ഇനി ഇതിലെന്താണ്? ഇതിലെ മേജർ ആരായിരിക്കും? നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ ഇടയുള്ള ഏറ്റവും സ്റ്റേബിളായ ഫ്രീ റാഡിക്കൽ കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ H ഉണ്ടല്ലോ, ആ H പോയാൽ അവിടെ എന്തുണ്ടാവും? ഇവിടെ ഫ്രീ റാഡിക്കൽ ഉണ്ടാകും. ഇവിടെ ഫ്രീ റാഡിക്കൽ ഉണ്ടാകും, ഇവിടെ ഫ്രീ റാഡിക്കൽ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകാം. എല്ലാ സ്ഥലങ്ങളും എന്ത് ചെയ്യാം? ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകാം. H പോയിട്ടുള്ള H ഉള്ളത് കൊണ്ടാണ് ഫ്രീ റാഡിക്കൽ ഉണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നിന്ന് H പോയിട്ട് ഫ്രീ റാഡിക്കൽ ഉണ്ടെങ്കിൽ ഇത് ഫ്രീ റാഡിക്കൽ, ഇതൊരു ടെറിഷറി ഫ്രീ റാഡിക്കലാണ്. ശരിക്കും ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ ടെറിഷറി ഫ്രീ റാഡിക്കൽ, കാർബൺ ഫ്രീ റാഡിക്കൽ ഈസ് സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി എന്നാണ് ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ 2 ചാൻസുകൾ ഞാൻ എടുക്കുകയാണ് ഇവിടെ. ഒരു ചാൻസ്, 2 ടെറിഷറി ചാൻസ് കേട്ടോ. ഇങ്ങനെ ഒരു ചാൻസ് ഇതാണ്. ഓക്കെ, ഇവിടെ ഫ്രീ റാഡിക്കൽ കൊടുത്തു ഒരു ചാൻസ്, അതായത് ഇവിടുത്തെ H പോകുന്നു, ഇവിടെ ഫ്രീ റാഡിക്കൽ വരുന്നു. വേറൊരു ചാൻസ് ഉള്ളത് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഓക്കെ, ഇവിടെ കൊടുത്തു ഫ്രീ റാഡിക്കൽ. ഇത് രണ്ടും മാത്രമേ ഇതിൽ കിട്ടാവുന്ന ടെറിഷറി ഉള്ളൂ. ബാക്കിയൊക്കെ സെക്കൻഡറിയോ അല്ലെങ്കിൽ പ്രൈമറി ഒക്കെ ആയിരിക്കും. ഇവിടെ കൊടുത്താൽ പ്രൈമറി ആകും, ഇവിടെ കൊടുത്താൽ എന്താവും? സെക്കൻഡറി ആകും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നമുക്ക് അറിയാമല്ലോ ടെറിഷറി അല്ലേ ഏറ്റവും സ്റ്റേബിൾ. യെസ്, അപ്പോൾ അത് മനസ്സിലായോ നിങ്ങൾക്ക്? റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലാരാണ് കമ്പയർ ചെയ്തത്? ഇതിൽ ആരാ ഏറ്റവും സ്റ്റേബിൾ നോക്കിയാൽ മതി. എങ്ങനെ ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി നോക്കുക? ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയിട്ട് പറയാൻ പറ്റും. ഫ്രീ റാഡിക്കലിൻ്റെ തൊട്ടപ്പുറത്തെ കാർബണാണ് ആൽഫ അല്ലേ. ഇവിടെ എന്താണ്? ദിസ് ഇസ് CH3, ഇവിടെ H ഉണ്ട്, ഇവിടെ H. അപ്പോൾ 3 അല്ലേ, ഈ കാർബണാണ് ഫ്രീ റാഡിക്കൽ വന്ന കാർബൺ ഇതാണല്ലോ. ഈ കാർബൺ തൊട്ടപ്പുറത്തെ കാർബൺസ് ആണ് ആക്ച്വലി ആൽഫ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഇയാൾ ആൽഫയാണ്, ഇയാൾ ആൽഫയാണ്, ഇയാൾ ആൽഫയാണ്. ഇത് ഫ്രീ റാഡിക്കലിൻ്റെ തൊട്ടപ്പുറത്തുള്ള 3 കാർബൺസ് ആണ് ആക്ച്വലി ആൽഫ കാർബൺസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫ്രീ റാഡിക്കൽ കാർബൺ. ഓക്കെ, ഇതുമായിരിക്കും എന്ത് ചെയ്യുക? ആൽഫ
ആൽഫ കാർബൺസ്. അതിലെ ഹൈഡ്രജൻസ് ആണ് ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ മാത്രമല്ല കാർബോകാറ്റയൻ സ്റ്റെബിലിറ്റി ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ ആണ് അടുത്ത കാരണം. ഓക്കെ, ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീ റാഡിക്കൽ കാർബൺ ഫ്രീ റാഡിക്കൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ ആൽഫ ഹൈഡ്രജൻ അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആൽഫ ഹൈഡ്രജൻ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആൽഫ ഹൈഡ്രജൻ. ഇതാണ് സ്റ്റെബിലിറ്റിയുടെ ബേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ ഓരോന്നിലും എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നോക്കാം. ഇവിടെ എന്തുണ്ടായിരിക്കും, ഇത് CH2 ആണ്, 2 ആൽഫ ഹൈഡ്രജൻ കിട്ടി, 2+. പിന്നെ ഇവിടെ നോക്കുകയാണ്, ഇവിടെ ഒന്നേ ഉള്ളൂ 1+, ഇത് എത്രയാണ്, CH3 ആണ്, അപ്പോൾ 3. അപ്പോൾ 2+1+3 6 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട് ഇവിടെ അല്ലേ. എത്രയുണ്ട്, 6 ആൽഫ ഹൈഡ്രജൻ. ഇനി ഇവിടെ നോക്കാം നമുക്ക്. ഇതിൽ ഇയാളും അല്ലേ, സോറി ഇയാളും അല്ലേ, റൈറ്റ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും, ഇത് 2 CH2 ആണ്, ഇവിടെ CH മാത്രമേ ഉള്ളൂ. അപ്പോൾ 2+1 എത്രയേ ഉള്ളൂ, 5 ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻ എവിടെയാണ്, ഇയാൾക്കാണ്. ശരിയാണോ? യെസ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മളെ കോമൺ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ആയിരിക്കും BR വരിക, അവിടെ പിന്നെ BR വരിക. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, BR അവിടെ വന്ന് അറ്റാച്ച് ചെയ്യണം ചെയ്യും. അപ്പോൾ ഇവിടെ ഈ പൊസിഷനിൽ BR വരുന്ന കേസാണ് എടുക്കേണ്ടത്. അങ്ങനെ ആ കേസാണ് ഓപ്ഷൻ 1-ലുള്ളത്. അല്ല സോറി 1-ലല്ലോ, എവിടെയുള്ളത്, ഇതാ 3-ലുള്ളത്. ഇവിടെ BR എന്ന കേസ് ഇതാണ്. അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻസർ എന്തായിരിക്കും, 3യുടെ ആൻസർ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓക്കെ, കാരണം ഈ പൊസിഷനിൽ എന്ത് വരാൻ പാടുള്ളൂ, BR വരാൻ പാടുള്ളൂ. ഇതാണ് BR വരുന്ന കേസ്, കാരണം ഇതാണ് ഏറ്റവും സ്റ്റേബിൾ, ദിസ് മോസ്റ്റ് സ്റ്റേബിൾ, കാരണം 6 ആൽഫ ആയിട്ടുള്ള കേസ് ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യണം നമ്മൾ. അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെയാണ്, the compound with molecular formula C6H6 which gives only 1 mono bromo derivative and takes up 4 moles of hydrogen per mole for complete hydrogenation has dash electrons. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പറയുന്ന സമയത്ത് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ഈ പറയുന്ന അതിനകത്തല്ല, ഹൈഡ്രോ കാർബൺ അകത്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ അതിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഇല്ലാത്തൊരു നോക്കാം. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ ഇത് C6H6 ആണ്. C6H6 എന്ന് പറഞ്ഞാൽ അല്ലേ, C6H6 എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ബെൻസീൻ ഓർമ്മ വരിക അല്ലേ, ബെൻസീൻ. ഇതാണെങ്കിൽ ഓൺലി 1 മോണോ ബ്രോമോ ഡെറിവേറ്റീവ് നൽകുമെന്ന് പറഞ്ഞു. ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ ബെൻസീനിൽ 6 ഹൈഡ്രജൻസ് ഉണ്ടല്ലോ, ഇതല്ലേ ബെൻസീൻ അല്ലെ. ബെൻസീൻ ഇതാണ്. ബെൻസീനിൽ ഏത് ഹൈഡ്രജൻ ആണ്, ഇത് ഹൈഡ്രജൻ ആണ്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഈ 6 ഹൈഡ്രജനും സെയിം ടൈപ്പാണ്. അപ്പോൾ ബ്രോമിനേഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ ബ്രോമിൻ കൊടുത്താലും അല്ലെങ്കിൽ ഇവിടെ ബ്രോമിൻ കൊടുത്താലൊക്കെ അത് സെയിം ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ബെൻസീൻ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മോൺ ബ്രോമോ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ടൈപ്പ് മോണോ ഡെറിവേറ്റീവ് കാണിക്കുള്ളൂ, മോണോ ബ്രോമോ ഡെറിവേറ്റീവ് കാണിക്കുള്ളൂ. അതും ഈ ഭാഗത്ത് ഇതുവരെ ശരിയാണ് ബെൻസീൻ്റെ കേസിൽ. പക്ഷേ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നോക്കൂട്ടോ, ആൻഡ് ടേക്സ് അപ്പ് 4 moles ഓഫ് ഹൈഡ്രജൻ പെർ മോൾ. അതായത് ബെൻസീൻ, ദിസ് ഈസ് ബെൻസീൻ. ബെൻസീനെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ നടത്തണമെങ്കിൽ, കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ ആണെങ്കിൽ എല്ലാ ഡബിൾ ബോണ്ടും പോയിട്ട് സിംഗിൾ ബോണ്ട് ആവുന്ന കേസ്. അങ്ങനെ അപ്പോൾ കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ നടത്താൻ എന്ത് ചെയ്യണം, നമുക്ക് സൈക്ലോഹെക്സേനായിട്ട് മാറും. 3 ഡബിൾ ബോണ്ടും ബ്രേക്ക് ആവും. ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു H ഇവിടെയും കൊടുക്കണം, ഒരു H ഇവിടെയും കൊടുക്കണം. അപ്പോഴെന്താണല്ലോ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുള്ളൂ, ശരിയല്ലേ. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് 2 H കൊടുക്കണം, ഒരു H2 കൊടുത്താൽ മതി. ഒരു H2 കൊടുത്താൽ എന്താവും, ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. അങ്ങനെ എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്, 3 H2. അപ്പോൾ 3 H2 കൊടുത്താൽ 6 ഹൈഡ്രജൻ വേണം നടത്താം. 6 ഹൈഡ്രജൻ വേണ്ടേ, 6 ഹൈഡ്രജൻസ് വേണ്ടേ. യെസ്, അപ്പോഴാണ് എന്ത് ചെയ്യുക, ഇത് കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, സൈക്ലോഹെക്സേൻ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 പോരാ. ഏതാണ് പറഞ്ഞത്, ടേക്സ് അപ്പ് 4 moles എന്നാണ് പറഞ്ഞത്, 4 moles. അപ്പോൾ ഒരിക്കലും ഇത് അയാൾ ആരല്ല, ബെൻസീൻ അല്ല. ഇതാണ് ഫസ്റ്റത്തെ പ്രശ്നം, ഇത് ബെൻസീൻ അല്ല. ഓക്കെ, ആരെങ്കിലും ബെൻസീൻ എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റായിരിക്കും, തെറ്റിയുണ്ടോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് നമുക്ക് ഈ കോമ്പൗണ്ട് ആരാണ് ശരിക്കും ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി ഏറ്റവും സിമ്പിൾ വേ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ബെൻസീൻ്റെ ഫോമിൽ നമുക്ക് C6H6 എന്ന് പറഞ്ഞിട്ട് ബെൻസീൻ ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഡബിൾ ബോണ്ട് ഈക്വലൻ്റ് കണ്ടെത്താൻ പറ്റും. ഡബിൾ ബോണ്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ DE അല്ലെങ്കിൽ നമുക്ക് DU എന്ന് പറയാം, ഡബിൾ ബോണ്ട് ഈക്വൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറയാം. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ് ഡബിൾ ബോണ്ട് ഈക്വൽ. ഡിഗ്രി
അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡബിൾ ബോണ്ട് എണ്ണമാണ്. നമ്മളെ കോമ്പൗണ്ട് ഇപ്പോൾ അതിന് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. ബെൻസിൻ നോക്കിയാൽ ഡബിൾ ബോണ്ടിന് എണ്ണ എത്ര കിട്ടും? 3 ഡബിൾ ബോണ്ടും ഒരു റിങ്ങുമാണ് ശരിക്കും ആര്? ബെൻസിൻ. എന്തായാലും ബെൻസിൻ്റെ ഫോമുല ഇത് സാറ്റിസ്ഫൈ ഉണ്ടല്ലോ. CC-H6 എന്ന് പറഞ്ഞാൽ ബെൻസിൻ്റെ ഫോമുല, ബെൻസിൻ്റെ ഫോമുല തന്നെയാണ് CC-H6 എന്ന് പറയുന്നത്. അപ്പോൾ 3 ഡബിൾ ബോണ്ട് ഒരു റിങ്ങുമാണ് അല്ലേ? അപ്പോൾ ശരിക്കും ഒരു റിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? 1 റിങ് ഡബിൾ ബോണ്ടിന് ഈക്വലൻ്റ് അല്ലേ 1 റിങ് എന്ന് പറഞ്ഞാൽ? ആണ്. 1 ഡബിൾ ബോണ്ട് ഈസ് ഈക്വലൻ്റ് ടു 1 റിങ് അല്ലേ? 2 ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഈക്വലൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ അറിയേണ്ട പോയിന്റ്സ് ആട്ടോ. 2 ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രിപ്പിൾ ബോണ്ട് ഈക്വലൻ്റ് ആണ്. 2 ഡബിൾ ബോണ്ട്സ് ഒരു ട്രിപ്പിൾ ബോണ്ട് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എത്രയായിരിക്കും? ഇവിടെ ഒരു 3 ഡബിൾ ബോണ്ടും പിന്നെ ഒരു റിങ്ങും. ഞാൻ പറഞ്ഞു ഒരു റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡബിൾ ബോണ്ട്. അപ്പോൾ 4 ഡബിൾ ബോണ്ട് എന്ന് വേണമെങ്കിൽ കൊടുത്തില്ല. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഈക്വലൻസി പറയുമ്പോൾ യെസ്. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 4 ആണ്. CC-H6ൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എത്രയാണ്? 4 ആണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ പറഞ്ഞു വന്നത് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാണുക എന്നുള്ളതാണ്. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഈക്വലൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ നേരത്തെ 4 കിട്ടി. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാണാൻ വേണ്ടിയിട്ട് ഹൈഡ്രോ കാർബണിൻ്റെ കേസിൽ നമ്മൾ C-H/2 +1 എന്നൊരു ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേസ് C6H6 ആണല്ലോ പറയുന്നത്. നമ്മൾ കണ്ടു നേരത്തെ 4 ആണ് നമുക്ക് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 4 കിട്ടിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ചെയ്യാൻ പറ്റും. കാർബണിൻ്റെ എണ്ണമാണ് C എന്ന് പറഞ്ഞാൽ, ഹൈഡ്രജൻ എണ്ണമാണ് H എന്ന് പറഞ്ഞാൽ, പിന്നെ +1. അപ്പോൾ കാർബൺ എത്രയുണ്ട്? 6 കാർബൺ. ഓക്കെ, ഹൈഡ്രജൻ 6 ഹൈഡ്രജൻ ബൈ 2 അപ്പോൾ 3 പിന്നെ +1. അപ്പോൾ ടോട്ടൽ എത്രയാകും? ടോട്ടൽ 4 എന്നായിരിക്കും കിട്ടുക. ആ 4 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ശരിയല്ലേ? ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ രൂപത്തിൽ ഇതിനെ നമുക്ക് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇവിടെ 4 കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇതിനകത്ത് 2 ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഇതിനകത്ത് 2 ട്രിപ്പിൾ ബോണ്ടാണ്. അത് എനിക്ക് മനസ്സിലായെന്നറിയോ? ഈ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കൂ, 4 മോൾസ് ഓഫ് ഹൈഡ്രജൻ പെർ അല്ലേ എന്ത് വേണം? ഇറ്റ് ടേക്സ് അപ്പ് 4 മോൾസ് ഓഫ് ഹൈഡ്രജൻ പെർ മോൾ ഫോർ കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ. കംപ്ലീറ്റ് ഹൈഡ്രോജനേഷൻ നടത്തുന്നത് 4 മോൾസ് എന്ന് പറഞ്ഞാൽ 4 മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 4H2. 4H എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? 8 ഹൈഡ്രജൻ. ഒരു ട്രിപ്പിൾ ബോണ്ട് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH. ഇത് നമുക്ക് CH3 എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടിലേക്കാക്കി മാറ്റണമെങ്കിൽ വി ഹാവ് ടു ആഡ് 2H2. 2H2 4 ഹൈഡ്രോ ഉപയോഗിക്കണം അല്ലേ? ഒരു H കൂടെ കൊടുക്കണം, ഒരു H കൂടെ കൊടുക്കണം, ഒരു H കൂടെ കൊടുക്കാം, ഒരു H കൂടെ കൊടുക്കാം. അപ്പോഴാണ് എന്ത് ചെയ്യുക? CH3 സിംഗിൾ ബോണ്ട് CH3 എന്നാവുക. അപ്പോൾ ഒരു ട്രിപ്പിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കാൻ നമുക്ക് 4 ഹൈഡ്രജൻ വേണം. ഇവിടെ പറഞ്ഞാൽ എന്താണ്? 4 മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 2 ട്രിപ്പിൾ ബോണ്ട് എന്നതിൻ്റെ മീനിങ്. ട്രിപ്പിൾ ബോണ്ടിൻ്റെ കേസ് പറയണമെങ്കിൽ 2 ട്രിപ്പിൾ. അപ്പോൾ ശരിക്കും 4 എന്നല്ല ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഇതിന് ഒരു എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇസ് 4 എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോൾ ഇങ്ങനെ പറഞ്ഞൂടെ? 2 ട്രിപ്പിൾ ബോണ്ട്സ് അല്ലേ? ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടാൽ നമ്മൾ 1 ട്രിപ്പിൾ ബോണ്ട് ഈസ് ഈക്വൽ ടു 2 ഡബിൾ ബോണ്ട്സ്. അപ്പോൾ 4 എന്ന് കിട്ടൂലേ? ടോട്ടലി 2 ട്രിപ്പിൾ ബോണ്ട്സ് ഉണ്ട് എന്നതിൻ്റെ മീനിങ്. 2 ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് കാർബൺ നോക്കാം. C ഞാൻ ഒരു ചെയിൻ ആയിട്ടുള്ള കാർബൺ എടുക്കുകയാണ്. ഓക്കെ, അരോമാറ്റിസിറ്റി അല്ല, ഇപ്പോൾ അരോമാറ്റിക് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. 2 ട്രിപ്പിൾ ബോണ്ട് അരോമാറ്റിക് ആയിട്ട് 2 ട്രിപ്പിൾ ബോണ്ട് തരത്തിൽ എന്തുണ്ടാവില്ല? ഒരു സൈക്ലിക് റിങ് വരക്കാൻ കഴിയില്ല ഈ ഒരു ഫോമിൽ വെച്ചുകൊണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ട്രിപ്പിൾ ബോണ്ട് ഇവിടെ കൊടുത്താലോ? ഒന്ന് ഞാൻ ഇവിടെയും കൊടുത്തു ഒരു ട്രിപ്പിൾ ബോണ്ട്, അപ്പോൾ ഇനി ഇവിടെയും കൊടുത്തു. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി ഇതിൽ എത്ര 2 ട്രിപ്പിൾ ബോണ്ട് ഓക്കെയാണ്. ഇനി എത്ര ഹൈഡ്രജൻസ് ഉണ്ടാകും? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാകും, ഇത് CH2 എന്നാകും, ഇതും CH2 എന്നാകും, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ 2 ടൈപ്പ് ഹൈഡ്രജൻ ഉണ്ടാവും അല്ലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഒരു ടൈപ്പ്, ഇത് സെക്കൻഡ് ടൈപ്പ് അല്ലേ? ഇത് രണ്ടും ഒരേ ടൈപ്പാണ് അല്ലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അത് രണ്ടും എന്താണ്? സെയിം ടൈപ്പാണ്. എനിവേ 2 ടൈപ്പ് ഹൈഡ്രജൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ഒരു ടൈപ്പ് ഹൈഡ്രജൻ മാത്രം ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ്? നേരത്തെ പറഞ്ഞു നമ്മൾ അല്ലെ, ഈ കോമ്പൗണ്ടിനകത്ത് എന്തുണ്ട്? ഈ 1 മോണോബ്രോമോ ഡെറിവേറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഒറ്റ ടൈപ്പ് ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കേസ് പറ്റൂല. എന്നാൽ ഇങ്ങനെയാണെങ്കിലോ, അതായത് ട്രിപ്പിൾ ബോണ്ട് ഇവിടെ കൊടുത്ത് വിചാരിച്ചോളൂ, ഇവിടെ കൊടുത്തു, ഇവിടെയും കൊടുത്ത് വിചാരിക്കും, ട്രിപ്പിൾ ബോണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ കോമ്പൗണ്ട് എങ്കിൽ
അപ്പോൾ ഇനി എച്ച് കൊടുക്കാമല്ലോ. ഇവിടെ എച്ച് ഉണ്ടാകും അല്ലേ, സോറി ഇവിടെ 3H ഉണ്ടാവും അല്ലെ, CH3. ഇവിടെ എന്തുണ്ടാകും 3H ഉണ്ടാവില്ല, CH3. പിന്നെ ഇവിടെ നിന്ന് എച്ച് ഉണ്ടാവും, ഇവിടെ നിന്ന് എച്ച് ഉണ്ടാവില്ല, കാരണം ഓൾറെഡി എന്തുണ്ട് 4 ബോണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എച്ച് ഉണ്ടാവില്ല. ശരിയല്ലേ? ഈ കോമ്പൗണ്ടിൽ ഒറ്റ ടൈപ്പ് ഹൈഡ്രജൻ, ഇതുകൊണ്ട് ഒരേ ടൈപ്പാണ്, ഒരേ ടൈപ്പ് ഹൈഡ്രജനുള്ളൂ, ഒറ്റ ടൈപ്പ്, ഒറ്റ മോണോബ്രോമോ ഡെറിവേറ്റീവ് ഉണ്ടാവുള്ളൂ. ഈ കോമ്പൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഈ കോമ്പൗണ്ടിനെ CH3 സിംഗിൾ ബോണ്ട് CH2 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 CH3 എന്ന് പറയുന്ന N ഹെക്സൈൻ നോർമൽ ഹെക്സൈൻ ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? 4H2 4 മോൾസ് ഹൈഡ്രജൻ ആഡ് ചെയ്യണം. അതാണ് സംഭവം. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ കോമ്പൗണ്ട് എന്താണ് മനസ്സിലായി, ഇതാണ് നമ്മൾ ഇതാണ് നമുക്ക് വേണ്ട കോമ്പൗണ്ട്, ഇതാണ് കോമ്പൗണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്താ അറിയോ? അതിൽ എത്ര ഡബിൾ ബോൺസ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന ക്വസ്റ്റ്യൻ അല്ലേ? എത്ര ഡബിൾ ബോണ്ട് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കണത്. എത്ര ഡബിൾ ബോണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്? സത്യത്തിൽ പൈ ഇലക്ട്രോൺസ് ആണ് ചോദിക്കുന്നത്. ശരിക്കും ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? പൈ ഇലക്ട്രോൺസ് എത്ര ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? എത്ര പൈ ബോണ്ട് ഉണ്ട് ഇവിടെ നിങ്ങൾ നോക്കുക. അതിൽ ഇത് പൈ ബോണ്ട്, 2 ഇതിൽ പൈ ബോണ്ടാണ്, ഇത് 2 എന്താണ് പൈ ബോണ്ടാണ്. അപ്പോൾ ടോട്ടൽ 4 പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഒരു പൈ ബോണ്ടിൻ്റെ 2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ 8 എന്നായിരിക്കും ആൻസർ വരിക. ആൻസർ 8 എന്നാണ് ആൻസർ വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 22, സോറി ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ ആൻസർ എന്തായിരിക്കണം? 8 എന്നുള്ളതാണ് ഇൻറ്റിജർ വാല്യൂ വേണ്ടത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അസെൻഡിങ് ഓർഡർ ഓഫ് റിലേറ്റീവ് റേറ്റ് ഓഫ് സോൾവോളിസിസ് ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട്. താഴെ പറഞ്ഞ കോമ്പൗണ്ട് H2മായി റിയാക്ട് ചെയ്ത് സോൾവോളിസ് നടത്തിയിട്ട് BR, ഇവിടെ തന്നിട്ട് എല്ലാം BR ബ്രോമോ കോമ്പൗണ്ട്സ് ആണ്. BR പോയിട്ട് എന്ത് ചെയ്യും? അവിടെ OH വരും. H2 എന്ന് OH വരുന്ന കേസാണ് പറയുന്നത്. അപ്പോൾ എനിവേ ആ കോമ്പൗണ്ട് ആ റിയാക്ഷൻ തിരിക്കുന്നത് BR പോയിട്ട് അവിടെ SN1 മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നുണ്ടാവുക. BR പോയിട്ട് ഈ BR നിൽക്കുന്ന കാർബൺ പോസിറ്റീവായിട്ട് മാറും, കാർബോ കാറ്റോണായിട്ട് മാറും. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന കാർബോ കാറ്റോൺ ആരാണ് അല്ലെ? ഫസ്റ്റ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന കാർബോ കാറ്റോൺ ഇവിടെ ഡബിൾ ഇതുണ്ട്, ഇങ്ങനെ ഇതാണ് കാർബോ കാറ്റോൺ ഫസ്റ്റത്തെ. സെക്കൻഡ് A. ഓക്കെ, B കാണിക്കുന്ന ഏതായിരിക്കും? B കാണിക്കുന്ന കാർബോ കാറ്റയോൺ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഇവിടെ പ്ലസ് ഇവിടെ ഉണ്ടാകും, ഡബിൾ ബോണ്ട് ഇങ്ങനെ ഉണ്ടാവും, ഇതാണ് B അല്ലെ. C എന്താണ്? C എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഇങ്ങനെ ഡബിൾ ബോണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട് കേസാണ് അല്ലേ. 2 ബെൻസീൻ റിങ്ങിൻ്റെ ഇപ്പുറത്തുള്ളത് ഇവിടെ പ്ലസ് ആവുന്ന കേസാണ് C. ഓക്കെ, D ആരാണ്? D എന്നുള്ള കോമ്പൗണ്ട് ഇങ്ങനെയുള്ളത് അല്ലേ, ഇവിടെ പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. ഇതാണ് ABCD. ഇത് A, B, C ആൻഡ് D. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയ കാർബോകാറ്റൻ ആരാണോ അതാണ് ഏറ്റവും എന്ത് റിലേറ്റീവ് റേറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഏറ്റവും സ്റ്റേബിൾ ആരാണ്? ഇയാൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ. കാരണം എന്താണ്? ഇവിടെ എന്തുണ്ട്? ഇവിടെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അല്ലേ, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇതും ഈ ഭാഗത്തൊന്നും എന്തുണ്ട്? റെസൊണൻസ് 2 ബെൻസീൻ റിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ട് രണ്ടും റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ റിയാക്ഷൻ C ആണ്. നമുക്ക് C ആണ് ഏറ്റവും റിയാക്റ്റീവ്. ഇവിടെ ഇവിടെ C ഉണ്ട് അല്ലേ, 2. അപ്പോൾ 2 അല്ലെങ്കിൽ 3 ആൻസർ ആകാം. അത് കഴിഞ്ഞാൽ പിന്നെ ആരാന്നറിയോ? അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കൂ B ആയിരിക്കും. കാരണം എന്താ? ഇവിടെ എന്തുണ്ട്? ഈ റിയാക്ഷൻ സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഇവിടെ. ശരിക്കും ഒരു ബെൻസൈലിക് ആയിട്ടുള്ള കാർബോകാറ്റൻ, ബെൻസൈലിക് ആണ്, നല്ല സ്റ്റേബിൾ ആയിട്ട് കാർബോകാറ്റൻ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും C ഉണ്ടാവുക. പിന്നെ B ആണ്, B അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 തന്നെ ആയിരിക്കും കേട്ടോ. യെസ്, ഏറ്റവും കുറവാരാണ്? ഇത് സെക്കൻഡറി കാർബോകാറ്റൻ, പിന്നെ ഇതാണ് ഇത് ടെർഷ്യറി കാർബോകാറ്റൻ. സ്റ്റെബിലിറ്റി കൂടുതൽ ആർക്കും. അപ്പോൾ ആൻസർ ഏറ്റവും കുറവ് Dയും ഏറ്റവും കൂടുതൽ C ആവുന്ന ഇതാണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ? റൈറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, ദ കൺവേർഷൻ പ്രൊസീഡ്സ് വെൽ ഇൻ ദ ലെസ് പോളാർ മീഡിയം. ഈ തന്നിരിക്കുന്ന ഒരു 2 റിയാക്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, റിയാക്ഷൻ തന്നിട്ടുള്ളത് ഇങ്ങനെ. റിയാക്ഷൻ എങ്ങനെയാണ്? ഓക്കെ, നോക്കാം. യെസ്, CH3 CH2 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 Cl OH മൈനസുമായി റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അതായത് CH3 റിയാക്ഷൻ ഇതാണ്. CH3 CH2 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 Cl
എന്തായിട്ട് മാറുന്നു? CH3 CH2 CH2 CH2OH OH മൈനസ് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അത് ലെസ് പോളാർ മീഡിയത്തിലാണ് എന്ന് പറയുന്നത്. ലെസ് പോളാർ മീഡിയം. ഈ റിയാക്ഷൻ എന്താ ശരിക്കും? റിയാക്ഷന് SN2 മെക്കാനിസം ആയിരിക്കും. കാരണം എന്താ പറയുക, ഇത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. നമുക്കറിയാം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അണ്ടർഗോസ് SN2 മെക്കാനിസം. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റൻസ് SN2 ആണ്. ഓക്കെ, അപ്പോൾ സംഭവം SN2 മെക്കാനിസം ലെസ് പോളാർ ആണോ അതോ മോർ പോളാർ ആണോ? അല്ലേ, SN1 ആണ് മോർ പോളാർ, SN2 എന്താണ്? ലെസ് പോളാർ ആണ്. ശരിക്കും അപ്രോട്ടിക് എന്ന് പറയാം. DMSO പോലെയുള്ള DMSO അതുപോലെ THF പോലെയുള്ള സോൾവൻസ് ആണ് ഉപയോഗിക്കുക. അപ്രോട്ടിക്, പോളാർ അപ്രോട്ടിക് സോൾവെന്റ് ആണ്. ഓക്കെ, പോളാർ ആയിരിക്കും പക്ഷെ ലെസ് പോളാർ ആയിരിക്കും. അല്ലെ, ഇതുപോലെ H2O പോലെയുള്ള പൊളാരിറ്റിയോ അല്ലെങ്കിൽ CH3OH പോലെയുള്ള പ്രോട്ടിക് ആയിട്ടുള്ള പോളാർ പ്രോട്ടിക് പോലെയുള്ള അല്ല. ഓക്കെ, അപ്പോൾ എന്തായിരുന്നല്ലോ ഈ അതിന്റെ കാരണം എന്താ വെച്ചാൽ, അതിന്റെ കാരണം ഇത് ഉണ്ടാക്കുന്ന ഇതെന്ത് ചെയ്യും? ഇത് SN2 ആയതുകൊണ്ട് തന്നെ ആദ്യം എന്ത് ചെയ്യും? ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ്, ഒരു പെൻഡാവാലന്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അതെങ്ങനെ വരിക? ഈ OH മൈനസ് വന്നിട്ട് ബാക്ക് സെൽ ഒന്ന് അറ്റാക്ക് ചെയ്യും, ഇതിന്റെ ബാക്ക് സെൽ ഒന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ CL എന്ത് ചെയ്യും? ഇവിടുത്തെ പുറത്ത് വന്നു. അപ്പോൾ നമുക്ക് എന്ത്, ഈ കാർബൺ ഫോക്കസ് ചെയ്യാം. നമുക്ക് ഈ കാർബൺ, അപ്പോൾ ഈ കാർബണിൽ എന്തുണ്ട്? C. അവിടെ എന്തെങ്കിലും 2 H ഉണ്ട്. ഒരു H ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെ. ഇവിടെ ഒരു ഭാഗത്ത് CH2 CH3 ഉണ്ട്. ഒരു H ഇങ്ങനെ കൊടുക്കാം, ഒരു H ഇങ്ങനെ കൊടുക്കാം. ആ OH മൈനസ് വന്നിട്ട് എന്ത് ചെയ്യും? പുതിയൊരു OH ഇവിടെ ഉണ്ടാകുന്നു. പുറത്ത് പോകുന്ന CL എന്ത് ചെയ്യുന്നു? ഇവിടെ CL ഉണ്ട്. ഇതാണ് എന്ത്? പെൻഡാവാലന്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇത് ചാർജിലൊന്നുമല്ല. ഇത് ചാർജ് ഉണ്ടോ ഇതിനകത്ത്? ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് എന്തായിരിക്കും? ലെസ് പോളാർ ആയിട്ടുള്ള. ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് പൊളാരിറ്റി എന്തെങ്കിലും വലിയ പോളാർ ഒന്നല്ല. പോളാർ അല്ലാന്ന് ഉദ്ദേശിക്കുന്നത് ഇത് പിന്നെ OH മൈനസോ പ്ലസ് ഒന്നും വരുന്നില്ല. അപ്പോൾ എന്തായിരിക്കും? ഇത് ഒരു സാധാരണ പോലെ ലെസ് പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. അങ്ങനെ റിയാക്ഷൻ നടക്കുന്നു. എന്നാൽ സെക്കൻഡ് ടൈപ്പ് റിയാക്ഷൻ നോക്കുക. CH3 സെക്കൻഡ് ഇതിൻ്റെ ഓപ്ഷൻ ഇത് എന്താ അറിയോ? സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയണത്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ കൺവേർഷൻ പ്രൊസീഡ്സ് വെൽ ഇൻ ദ മോർ പോളാർ മീഡിയം. അത് ഇതിൻ്റെ കേസാണ് പറഞ്ഞത്. ഇത് എന്ത് ചെയ്യുന്നു? ഈ കൺവേർഷൻ നടക്കുമ്പോൾ മോർ പോളാർ മീഡിയത്തിലാണ് നന്നായി റിയാക്ട് ചെയ്യുക. ഇത് ലെസ് പോളാർ ആയെന്ന് പറഞ്ഞത് അത് ഓക്കെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആട്ടോ, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണ്, ഇത് എന്ത് ചെയ്യണം? ഇത് മോർ പോളാർ ആയിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കൂ, നിങ്ങൾ ആരാണ് റിയാക്ട് ചെയ്യുന്നത്? ഒരു ടെർഷ്യറി ആയിട്ടുള്ള അമീനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ എന്ത് CL പുറത്തേക്ക് പോകുന്നു. ശരിയല്ല? അപ്പോഴും എന്തുണ്ടാകും? ഇതും എന്താ? പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അല്ലേ? ആണ്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അണ്ടർഗോസ് SN2. അപ്പോൾ റിയാക്ഷൻ തന്നെയാണ് ഇവിടെയും SN2 തന്നെയാണ്. പൊതുവെ നമ്മൾ SN2-നെ ലെസ് പോളർ ആയിട്ടുള്ള സോൾവെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ മോർ പോളർ പറ്റും. എന്തുകൊണ്ടാണെന്നറിയോ? CH3 ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഈ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന CH2 അല്ലേ? ഏതാണ്? CH2 CH3 ഇവിടെ H ഉണ്ട്, ഇവിടെ H ഉണ്ട് അല്ലേ? NH3 അല്ലേ? NH3 ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴോ ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത് NH3 അറ്റാക്ക് ചെയ്യേണ്ടത്. അത് ബാക്സിൽ ഒന്ന് അറ്റാക്ക് ചെയ്യണം. ഇവിടെ കാണിച്ചില്ല, ബാക്സിൽ ഒന്ന് അറ്റാക്ക് ചെയ്യുക. ഇതിൻ്റെ ഈ കാർബൺ എന്താണ്? ഈ കാർബൺ ശരിക്കും sp3 ആണ്. അപ്പോൾ ടെട്രാഹെഡ്രൽ ഷേപ്പ് വെച്ച് ബാക്സിൽ ഒന്ന് അറ്റാക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ബാക്സിൽ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താവും? ഇതിൻ്റെ ലോൺ പെയർ ഉപയോഗിച്ച് പ്ലസ് ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? ഇവിടെ NH3 ഉണ്ട്. ആ NH3 എന്തായിട്ട് മാറിയിട്ടുണ്ടാകും? NH3 ഇവിടെ പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ എന്തുണ്ടാകും? OH. അപ്പോൾ OH ഇവിടെ എന്തായിട്ടുണ്ടാവും? ഇത് മൈനസ് ആയിട്ട് എന്ത് ചെയ്യും? OH അല്ല, സോറി, ക്ലോറിൻ. ആ ക്ലോറിൻ എന്തുണ്ടാവും? ഒരു സ്ലൈറ്റ് നെഗറ്റീവായിട്ട് പുറത്തേക്ക് ഏകദേശം പോയി തുടങ്ങിയ നിറത്തിലാണ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഇത് ശരിക്കും എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? പ്ലസും മൈനസ് ഒക്കെ ഉള്ള ഒരു കൂടുതൽ മോർ പോളാർ ആയിട്ടാണ് ഇപ്പോൾ ഇത്. ഈ ഒരു ഇത് ട്രാൻസിഷൻ സ്റ്റേറ്റ് തന്നെയാണ് അല്ലെ? പെൻഡാവാലന്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇതുപോലെയല്ല, നേരത്തെ കാണിച്ച പോലെയല്ല. ഇവിടെ എന്തുണ്ട്? ഇത് ചാർജ് സെപ്പറേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? മോർ പോളാർ ആയിരിക്കും. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആരായിരിക്കും? മോർ പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തെന്നെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് പറഞ്ഞതിന് ചുരുക്കം. ദിസ് ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ രണ്ടും ട്രൂ ആണ് എന്നാണ് നമ്മൾ ആൻസറിൽ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 6-ന്റെ ആൻസർ എന്താണ് വരിക? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ എന്നുള്ള ഓപ്ഷൻ 1 ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ദ സ്ട്രക്ചർ ഓഫ് ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ആരാണ് ഈ പറയുന്ന റിയാക്ഷനിൽ അല്ലേ? അപ്പോൾ നമുക്ക് AgCN ആഡ് ചെയ്യാം. AgCN ഒരു ആൽക്കൈൽ ഹാലൈഡിലേക്ക്
ഇവിടെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്, അരൈൽ ഹാലൈഡ് ഉണ്ട്. ഇവിടെ അരയിലാണ്. നമുക്കറിയാം അരൈൽ ഹാലൈഡ് ഡസ് നോട്ട് അണ്ടർഗോ SN2 മെക്കാനിസം. SN2 മെക്കാനിസം അല്ലെങ്കിൽ SN1 ആണെങ്കിൽ 2 എന്ന റിയാക്ഷൻ നടക്കാൻ പോണില്ല. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോർമൽ കേസിൽ ഇവിടെ ഇല്ല. കാരണം എന്താ, ബ്രോമിൻ ഉണ്ടെങ്കിൽ ആ ബ്രോമിൻ എന്തായിരിക്കും, ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കും ഇവിടെ, അതിന് ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കും ഇവിടെ. പക്ഷേ ക്ലോറിൻ അങ്ങനെയല്ല. അത് ക്ലോറിൻ എന്തല്ല, അരയിലല്ല, ഇവിടെ ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കൈലാണ് അല്ലെ. ഇത് CS2 അല്ലേ വരുന്നത്, ബെൻസീനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ. അവിടെ എന്ത് ചെയ്യും, ഈ CL ആണ് പോകുന്നത്. അതിൽ ഒരു സംശയം വേണ്ട, ഈ CL പോകുള്ളൂ. BRO IO ഒന്നും ഇവിടെ പോകണില്ല. അപ്പോൾ ഉറപ്പിച്ചു CL പോകണം. CL പോയിട്ട് എന്താ വരിക, CN ആണ് വരിക, NC ആണ് വരിക. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ്. അപ്പോൾ ഇത് RXലേക്ക് നമ്മൾ റിയാക്ട് ചെയ്യാണ്. ഓക്കെ, AgCN ഉണ്ട്, KCN ഉണ്ട്. രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ നടക്കുക. AgCN ആണെങ്കിൽ നമുക്ക് റിയാക്ഷൻ നടക്കുമ്പോൾ, KCN ആണെങ്കിൽ റിയാക്ഷൻ നടക്കുന്ന അറിയോ, RCl സൈനൈഡ് കിട്ടും. AgCN ആണെങ്കിലോ RNC എന്നും കിട്ടും അല്ലേ, RCN കിട്ടും. ഇത് ഐസോസൈനൈഡ്, ദിസ് ഈസ് കോൾഡ് ഐസോസൈനൈഡ്. അപ്പോൾ AgCN വെച്ച് നമുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും ഐസോസൈനൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ആൻസർ ഇവിടെ നിന്നാണ് പോണത്. എവിടുന്നാണ് പോണത്, ക്ലോറിനാണ് പോവുക, അതിൽ സംശയമില്ല. ഓക്കെ, അത് NC ആയിട്ടാണ് മാറേണ്ടത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ 3യിലാണ് ആൻസർ വരിക. CN അല്ല, ഇവിടെ CN ഒക്കെ ഉണ്ട്, ഒരു ആൻസർ CN ഉണ്ട്, പക്ഷേ CN അല്ല വേണ്ടത്. നമ്മുടെ റിയേജന്റ് AgCN ആണ്. KCN ആണെങ്കിൽ നമ്മൾ ആൻസർ ഇതായിരിക്കും അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു ബ്രോമിനും അയഡിനും പോകാൻ പാടില്ല. ഇത് മനസ്സിലാക്കണ ഏകദേശം ആലോ ആൽക്കൈൻ ആലോ അരിൻസിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നല്ലൊരു പിക്ചർ ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. റൈറ്റ്, ഇതിൻ്റെ ഈ AgCN ഇത് റിയാക്ഷൻ കംപ്ലീറ്റ് അവിടെ ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ്ലി റിയാക്ഷൻ ഇവിടെ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. ഈ ക്വസ്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ ആരോ മാർക്ക് ഇങ്ങോട്ടാണ്, ഈ ആരോ മാർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുമാണ്. ഓക്കെ, നമുക്ക് ഞാൻ റിയാക്ഷൻ വേണമെന്നൂടെ പറയാം. അതായത് CH3 CH2 വീണ്ടും CH2 പിന്നെ Br. ഓക്കെ, ഇങ്ങോട്ട് AgCN കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് AgNO2 കൊടുത്തിട്ടുണ്ട്, AgNO2. ഓക്കെ, AgCNുമായുള്ള റിയാക്ഷൻ നേരത്തെ കണ്ടു അല്ലേ. ഒരു ആൽക്കൈൽ ഹാലൈഡിലേക്ക് AgCN റിയാക്ട് ചെയ്യുമ്പോൾ ഐസോസൈനൈഡ് ഉണ്ടാകും. അതായത് CH3 CH2 CH2NC എന്നാണ് വരിക, ഐസോസൈനൈഡ്. CH3 CH2 CH2NC. ഓക്കെ, AgNന്റെ റിയാക്ഷൻ അറിയോ, RXലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ട റിയാക്ഷനാണ് അല്ലേ. പിന്നെ AgNO2 ആഡ് ചെയ്യാം, KNO2 ആഡ് ചെയ്യാം, രണ്ട് കേസ്. ഈ കേസിൽ നമുക്ക് ഉണ്ടാവുക RNO2 നൈട്രോ ആൽക്കൈൻ കിട്ടും. ഈ കേസിൽ നമുക്ക് ഉണ്ടാവുക RONO ആൽക്കൈൽ നൈട്രൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മളെ കേസ് പറയുന്ന കേസ് ഇതാണ്. ഏത്, RNO2ൻ്റെ കേസാണ് നമ്മളെ ഈ കേസ്. കാരണം AgNO2 ആണ് ആഡ് ചെയ്യണത്. എന്താണ് ആരാണ് AgNO2 ആഡ് ചെയ്യുന്നത്, AgNO2. സോ നമുക്ക് എന്താ കിട്ടാൻ പോണത്, നമുക്ക് കിട്ടാൻ പോണത് CH3 CH2 CH2NO2 എന്നുള്ള അല്ലേ ഇതുണ്ടാവുക. നൈട്രോ പ്രൊപ്പൈൻ ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ. യെസ്, അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇതാണ് നമ്മളെ എയും ബി ചോദിക്കുന്നത്. ദിസ് ഈസ് എ, ഇതാണ് എ ആൻഡ് ദിസ് ഈസ് ബി. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ 4ലുണ്ട് CH3 CH2 CH2NO2 CH3 CH2 CH2NC. ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇതൊക്കെ ഇതിലെ വളരെ ടിപ്പിക്കലായ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിത് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ എക്സാമിന് പോകേണ്ടത്. നിർബന്ധമായും ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാവുന്ന ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. റൈറ്റ്, സോ ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് വരാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു ET ആണ് കേട്ടോ, ET ഈഥൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ ഗ്രൂപ്പ് ഇതെന്താണ്, ഇതും ഈഥൈൽ ഗ്രൂപ്പാണ്. പിന്നെ N, പിന്നെ ഇങ്ങനെ വന്നൊരു CH2 പിന്നെ ഇവിടെ Cl. ഓക്കെ, വിൽ അണ്ടർഗോ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ ദിസ് കോമ്പൗണ്ട്. ഈ രണ്ട് കോമ്പൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് കൂടുതൽ എന്ത് ചെയ്യണത്, ഹൈഡ്രോളിസിസ് നടത്തുന്നത് ദാൻ ദിസ്. അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നൈട്രജന് പകരം എന്തുണ്ട്, CH ഉണ്ട്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞാൽ അറിയോ, സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞത് ഈ കോമ്പൗണ്ട്, ഫസ്റ്റ് കോമ്പൗണ്ട് അല്ലേ, intramolecular substitution takes place first by involving lone pair of electrons on nitrogen. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനെന്തുണ്ട്, ഈ നൈട്രജൻ്റെ ലോൺ പെയർ ഉപയോഗിച്ചുകൊണ്ട് ദർ ഈസ് അൻ ഇൻട്രാമോളിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം നടക്കുന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
ഇതിൻ്റെ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് കൊണ്ടാണ്, ഈ പറഞ്ഞ ഇൻട്രാമോളിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇത് ഫാസ്റ്റർ റേറ്റിൽ പോകുന്നത്. അപ്പോൾ രണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സംഭവിക്കണം എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. അതായത് നമ്മളെ കോമ്പൗണ്ട് എടുക്കുക. കോമ്പൗണ്ട് ഇവിടെ N ആണ്, ഇവിടെ ET ഈഥൈൽ ഗ്രൂപ്പാണ്, C2H5 ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്, പിന്നെ പുറത്ത് CH2 ഇങ്ങനെ ഇവിടെ എന്തുണ്ട് CH2, ഇവിടെ എന്തുണ്ട് CH2, ഇവിടെ എന്തുണ്ട് Cl. ഇതാണ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഇതിനെന്ത് ചെയ്യുന്നു, വിൽ അണ്ടർഗോ ആൽക്കലിൻ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ H2മായി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് കിട്ടുന്നത് N, പിന്നെ ഇവിടെ ET, പിന്നെ ഇവിടെ ET, പിന്നെ ഇവിടെ CH2, ഇവിടെയും CH2, ഇവിടെ OH എന്നാണ് അവസാനം ഉണ്ടാവുക. ഇങ്ങനെയാണ് കോമ്പൗണ്ടിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാവുക, ഇങ്ങനെയായിരിക്കും OH ഉണ്ടാവും. ഓക്കെ, ഈ റിയാക്ഷനിൽ കുറച്ചുകൂടി ഫാസ്റ്റർ റേറ്റ് നടക്കുന്നു എന്നാണ് പറയാം. ഓക്കെ, സാധാരണ ഒരു 500 to 600 ടൈംസ് എന്തെയും വർദ്ധിക്കും എന്നാണ് പറയാം നോർമലി. അതിൻ്റെ കാരണം എന്താ അറിയോ? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ റിയാക്ഷനകത്ത് സംഭവിക്കാൻ പോണത്, ഇവിടെ ഈ ലോൺ പെയർ, നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ടല്ലോ, ആ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ നൈട്രജൻ ആദ്യം ഇതിനെ പോയി എന്ത് ചെയ്യും, ഒരു ഇൻറ്റേർണൽ എന്ത് ചെയ്യും, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. ആ പോയി അറ്റാക്ക് ചെയ്യുകയും Cl ഇവിടുന്ന് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നറിയോ, ഇതിനിടക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ മുമ്പായിട്ട് എന്ത് ചെയ്യും, ഒരു നൈട്രജൻ, ഇവിടെ ET, ഇവിടെ ET ഉണ്ട്, ഇവിടെ CH2 ഉണ്ട്, ഇവിടെ CH2 ഉണ്ട്, പുതിയൊരു ബോണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഉണ്ടാക്കുന്നു, ഒരു സൈക്ലൈസേഷൻ നടക്കും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, H2O, ഇവിടെ H2 ഉണ്ടല്ലോ അല്ലേ, H2 ഉണ്ട്. ആ H2ൽ എന്ത് ചെയ്യുന്നു, വന്നിട്ട് ഓക്സിജൻ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യും, ഈ ബോണ്ട് തിരിച്ചിങ്ങോട്ട് ഭാഗുകയും നമ്മളെ കോമ്പൗണ്ടിൽ അവന് H2 എന്നുള്ളത് OH ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് ശരിക്കും എന്താ, ഇതിനെ പറയുന്നത് ഇൻട്രാ മോളിക്യുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇതിന് നമ്മൾ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ എന്നാണ് ഇതിനെ പറയാം. നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, NGP എന്ന് പറയാം, നൈബറിംഗ് ഗ്രൂപ്പ് ഒരു ആംഗ്യുമറിക് എഫക്ട് എന്നൊക്കെ ഇതിന് പറയും, വേറെ പേരൊക്കെ ഉണ്ടതിന്, തൽക്കാലം പേര് ഇത്രേ ഉള്ളൂ. ഈ നൈബറിംഗ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോൺ പെയർ, നൈട്രജൻ നൈബറിംഗ് ഗ്രൂപ്പ് ഉള്ളത്, ഇവിടെ ഇതിന് തൊട്ടപ്പുറത്തുള്ള ഈ CH2ൻ്റെ അപ്പുറത്തുള്ള ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് പോയിട്ട് എന്ത് ചെയ്യുന്നു, നെയ്ബറിംഗ് ഗ്രൂപ്പ് എന്ത് ഇതിനെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുകയും അത് കാരണം ദാറ്റ് എൻഹാൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് എന്ത് ചെയ്യും, കൂട്ടണം ചെയ്യുക. നെയ്ബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ എൻഹാൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൂട്ടുകയാണ്, അതിൻ്റെ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ് കറക്റ്റാണ്. അതിൻ്റെ കാരണം പറഞ്ഞത് എന്താണ് കണ്ടല്ലോ, ഇൻട്രാമോളിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും എന്താണ്, കറക്റ്റാണ്. അപ്പോൾ സത്യത്തിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ രണ്ടും കറക്റ്റാണെന്നുള്ളത്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ 3 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ക്ലിയർ ആണല്ലോ. നെയ്ബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ആണ്. ഇനി അത് അറിയണം നിർബന്ധമില്ല. ഇവിടെ എന്തുണ്ട്, ഒരു നൈട്രജൻ ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻട്രാ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാലും മതി. ഇത് പൊതുവേ എനിക്ക് തോന്നുന്നു നമ്മൾ നോർമലി നമ്മളെ NCERT നിന്ന് കുറച്ചൊന്നും മാറിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ സാധാരണ പക്ഷെ നമ്മൾ എന്ത് പറയാറുണ്ട്, പിന്നെ നമ്മുടെ ജെയ്ക്ക് ആവശ്യമുള്ള കാര്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത് പലപ്പോഴും വന്നിട്ടുണ്ട്, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. റൈറ്റ്, നമുക്ക് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ സീക്വൻസ് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നറിയോ, നമുക്ക് റിയാക്ഷൻ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ റിയാക്ഷൻ എഴുതി വെക്കാം. ഓക്കെ, റിയാക്ഷൻ നമുക്ക് ആദ്യം എഴുതുകയാണ് ഞാൻ. ക്ലോറോ ബെൻസീനെ മെഗ്നീഷ്യം ഡ്രൈ ഈതറിൽ റിയാക്ട് ചെയ്യുക. ക്ലോറോ ബെൻസീൻ മെഗ്നീഷ്യം ഈതർ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഗ്രിഗ്നാർഡ് റിയേജൻ്റെ ഫോർമേഷൻ ഉണ്ടാവുക അല്ലേ, ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് കിട്ടും. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ CO2H3O+, CO2 അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ H3O+. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ പറയുക, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് അല്ലേ, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് RMgX ആണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. യെസ്, ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡുമായി റിയാക്ട് ചെയ്യുക. C+O കാർബൺ ഡൈ ഓക്സൈഡ്. എന്താ കിട്ടുകയെന്നറിയോ, നമ്മൾ ഇത് റിയാക്ഷൻ പഠിക്കുന്നത് എവിടെയാണെന്നറിയോ, നമ്മളെ കാർബോക്സിലിക് ആസിഡ്, ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൻ്റെ ഭാഗത്തുള്ള കാർബോക്സിലിക് ആസിഡ് അവസാനം അതിൽ കാണാൻ പറ്റും. കാർബോക്സിലിക് ആസിഡ് പ്രിപ്പറേഷനിൽ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എപ്പോഴും ഏറ്റവും
അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും അതിൻ്റെ ആൽക്കൈൽ പാർട്ട് എന്തായിരിക്കും, ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈറ്റ് ആക്ട് ചെയ്യും, ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും അതിന് ആൽക്കൈൽ പാർട്ട് ഉണ്ടാവുക. അപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യും, നേരെ പോയിട്ട് ന്യൂക്ലിയോഫൈറ്റ് എന്ത് വന്നിട്ട് ഈ കാർബൺ അറ്റാക്ക് ചെയ്യുന്നു, ഡബിൾ ബോണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മളെ കോമ്പൗണ്ട് R, ഇവിടെ C, ഡബിൾ ബോണ്ട് O, ഇത് O മൈനസ് ആകും. അത് OMGX ആയിട്ട് ഒരു അഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു മാറും, ഒരു അഡക്റ്റ് ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെ ഒരു അഡക്റ്റ് എന്ത് ചെയ്യുന്നു ഇതിനകത്ത് ഉണ്ടാകുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം അതിലേക്ക് എന്ത് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ H2O അല്ലെ, H+ ആഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഹൈഡ്രോളിസ് നടക്കും. ഇവിടെ H വരും, ഇവിടെ OH വരും. നമ്മളെ കോമ്പൗണ്ട് എന്തായി മാറും, RC ഡബിൾ ബോണ്ട് OH എന്നുള്ള നമ്മൾ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ഇതാണ് റിയാക്ഷൻ, കാർബോക്സിലിക് ആസിഡ് പ്രിപ്പറേഷൻ ആണ്. യെസ്, അപ്പോൾ RMGX CO2മായി റിയാക്ട് ചെയ്യുന്നു, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ടു ഫോം കാർബോക്സിലിക് ആസിഡ്, കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ നമ്മളെ കോമ്പൗണ്ട് എന്താ സംഭവിക്കുക, നമ്മളെ കോമ്പൗണ്ടിനകത്ത് ഉണ്ടാവുന്നത് ഇതിൻ്റെ COOH ആയിരിക്കും. യെസ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ. അപ്പോൾ ബെൻസോയിക് ആസിഡ് ഉണ്ടാവുക ഈ കേസിൽ. അടുത്തെന്താ വേണ്ടത് അറിയോ, അടുത്തത് ഇതിനകത്തേക്ക് നമ്മൾ NH3 അതുപോലെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആദ്യം NH3 ആഡ് ചെയ്യുമ്പോൾ ഇത് ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കുകയും കറസ്പോണ്ടിങ് സോൾട്ട് COONH4 എന്ന് കിട്ടുകയും ചെയ്യും. അതിലേക്ക് നമ്മൾ ഹീറ്റ്, ഇതൊക്കെ നമുക്ക് റിയാക്ഷൻ അവിടെ പറഞ്ഞു കേട്ടോ, ഇതൊക്കെ റിയാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, NCERT പ്രത്യേകം പറഞ്ഞ റിയാക്ഷൻസ് ആണ്, പുറത്തുള്ള റിയാക്ഷൻ ഒന്നും അല്ല. ഓക്കെ, ഇവിടെ എന്തുണ്ടാകും, ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുണ്ടാകും H2O പോയിട്ട് CONH2 എന്നായിട്ട് മാറും. സോ C ഡബിൾ ബോണ്ട് ONH2 എന്നാണ് വരിക. C ഡബിൾ ബോണ്ട് ONH2 ആയിട്ട് മാറും. ഇവിടുന്ന് H2O പുറത്തേക്ക് പോയിട്ടുണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു അമൈഡ് കിട്ടുന്നു അല്ലെ, അരോമാറ്റിക് ആയിട്ടുള്ള അമൈഡ് കിട്ടുന്നു, ബെൻസമൈഡ് കിട്ടുന്നു എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് A എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് A. ഇതിലേക്ക് റിയാക്ഷൻ വീണ്ടും നമ്മൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണം. അവിടെ നമുക്ക് റിയേജൻറ്റ് ഉപയോഗിക്കുന്നത് Br2NaOH ആണ് അവിടുത്തെ റിയേജൻറ്റ് അല്ലെ. Br2NaOH എന്ന് പറഞ്ഞ റിയേജൻറ്റ് എന്താണ്, ഒരു അമൈഡിലേക്ക് Br2NaOH റിയാക്ട് ചെയ്യുമ്പോൾ ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ത് കിട്ടും, ഒരു കാർബൺ കുറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ ആനിലിൻ കിട്ടും. അല്ല ഇപ്പോൾ ഉണ്ടാവുന്നത് അല്ലെ, ഫൈനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും, ആനിലിൻ. ഇതാണ് നമ്മളെ B. ദിസ് ഈസ് ദ B. ഇതാണ് B. അപ്പോൾ എയും B ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആരാണ് A, ആരാണ് B? A എന്ന് പറഞ്ഞാൽ A അല്ല, ക്ലോറോബെൻസീൻ ആണ് നമ്മളെ തുടക്കം സ്റ്റാർട്ടിങ് കോമ്പൗണ്ട്. എന്തായിട്ട് മാറുന്നു, ഫൈനലി എന്ത് കിട്ടുന്നു, ഫൈനലി ഇറ്റ് ഫോംസ് ആനിലിൻ. ഇതാണ് റിയാക്ഷൻ്റെ കംപ്ലീറ്റ് അല്ലേ. ഇത് 1 മോളാണ്, അവസാനം എൻഡ് ചെയ്യുന്നത് 1 മോൾ, ഇത് 1 മോൾ, ഇത് 1 മോൾ. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റിലേക്ക് വരാം. 11.25 milligram of chlorobenzene will produce 10⁻⁻1 milligram of product B. Okay, consider the reaction result in complete conversion. Complete conversion consider ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ എത്ര മോൾസ് ഇതിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് വേണ്ടത് 11.25 gram ആണ് തന്നിട്ടുള്ളത്. ക്ലോറോബെൻസീൻ 11.25 milligram തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടുമല്ലോ, ഇതിൻ്റെ മോളർ മാസ് നോക്കിയാൽ മതി. മോളർ മാസ് എന്ന് പറയുമ്പോൾ യെസ്, ഇപ്പോൾ C6H5 ആണെന്ന്, അപ്പോൾ 77 പ്ലസ് പിന്നെ Cl 35.5 അല്ലേ, അപ്പോൾ എത്ര ഉണ്ടാകും, 0.5. ഓക്കെ, 7.2 എന്ന് കിട്ടും. 11 അല്ലേ, 112.5 അത്ര എന്തുണ്ടായിരിക്കും, അതാണ് പിന്നെ ഇതിൻ്റെ മോളാർ മാസ്. ശരിയല്ലേ. അപ്പോൾ എത്ര മോൾസ് ഉണ്ടായിരിക്കും, അപ്പോൾ 11.25 ഇൻറ്റു 10⁻³ ഗ്രാമിലേക്ക് മാറ്റിയാണ്, ഡിവൈഡഡ് ബൈ 112.5. ഇതാണ്, ഇത്രയും മോൾസ് ആണ്. ഇത് 1 മോൾ ആണെങ്കിൽ ഇത് എത്ര മോൾ ഉണ്ടോ അത്രയും മോൾസ് എന്തുണ്ടാവും, അനിലുണ്ടാവും അല്ലേ. എത്ര അനിലുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതെന്ത് ചെയ്യണം, 10⁻⁻1 മില്ലിഗ്രാമിൻ്റെ ഇത് ബേസിൽ എഴുതണം എന്നാണുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ഈക്വൽ ടു X milligram 10⁻³ X × 10⁻³ കൊടുക്കാം, അതാണ് കിട്ടേണ്ടത്. ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് അനിലിൻ. അനിലിൻ്റെ കേസിൽ C6H5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 77. C6H5 77. നൈട്രജൻ എത്രയാണ്, 14. ഹൈഡ്രജൻ എത്രയാണ്, 2 ഹൈഡ്രജൻ. അപ്പോൾ 1 + 1 2. അപ്പോൾ എത്ര കിട്ടും, 7 4 അല്ലേ. അപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവും, 3 എന്ന് കിട്ടും. 3 അല്ല ഉണ്ടാവുക. യെസ്, 9 + 3 4
13 അപ്പോൾ 7 8 9 93 എത്ര കിട്ടുന്നത് 93 ആണ് ഇവിടുത്തെ മോളാർ മാസ്. അപ്പോൾ ഡിവൈഡ് ബൈ 93 ശരിയല്ലേ. അത് നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം 10⁻³ കട്ട് ചെയ്യാം. ഓക്കെ ഇത് 11.25 ആണ് ഇത്. അപ്പോൾ ഇത് 10 കിട്ടും 10 ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 10⁻⁻1 കിട്ടില്ലേ. അപ്പോൾ 10⁻⁻1 ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 93 ശരിയല്ലേ. അപ്പോൾ എക്സ് എന്താ കാണാം എക്സ് ഈസ് ഈക്വൽ ടു 93 ഇൻറ്റു 10⁻⁻1 മില്ലിഗ്രാം ശരിയല്ലേ. മില്ലിഗ്രാമിലാണ് മില്ലിഗ്രാം ശരിയല്ലേ. നമ്മൾ ചോദിക്കുന്നത് 10⁻⁻1 അവിടെ ഉണ്ട് നേരത്തെ കണ്ടോ 10⁻⁻1 അവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടത് 93 പോരെ. 93 ഇൻറ്റു 10⁻⁻1 എന്നല്ലേ വരെ ആൻസർ. അതിലെ കിട്ടിയിട്ടുള്ളത് യെസ്. അപ്പോൾ ആൻസർ 93 എന്നാണ് ഇൻറ്റിജർ വാല്യൂ ഉണ്ടാവുക. ഓക്കെ അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കണക്റ്റിംഗ് ക്വസ്റ്റ്യൻസ് അല്ലേ. നമ്മളിപ്പോൾ ഈ ചാപ്റ്ററും ആൽക്കഹോളും ഈ ചാപ്റ്ററും ആൽഡിഹൈഡും അതുപോലെ ഹാലോ ആൽക്കെയിൻസും അമൈൻസും ഒക്കെ തമ്മിലുള്ള കണക്ഷൻസ് ഒരുപാടുണ്ടാവും. ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചാൽ 2 ചാപ്റ്റർ മാത്രം പഠിക്കുക അങ്ങനത്തെ ഒരു കേസ് നമുക്ക് ഒരിക്കലും ഓർഗാനിക്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സും മനസ്സിലാക്കിയാൽ മാത്രമേ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തിയറി ഭയങ്കരമായ ഡെപ്തിൽ. ഇപ്പോൾ ഇതിലൊരു ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നെയ്ബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഒരു ഇത്തിരി നമുക്ക് അറിയാത്തതായിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും വളരെ സിമ്പിളായ ബേസിക് തിയറി ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ നമ്മളിത് കൂടുതൽ മനസ്സിലാക്കുകയും എഴുതുകയും ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻസോ ക്ലാരിറ്റി ഇല്ലാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ജസ്റ്റ് സെൻഡ് ചെയ്യുക നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ താങ്ക് യു.